തൃശൂരിൽ 15,000 ക്രിസ്മസ് പാപ്പമാർ അണിനിരക്കുന്ന ബോൺ നത്താലെ ഉടൻ തുടങ്ങും. നിശ്ചല ദൃശ്യങ്ങൾ അടങ്ങുന്ന ഘോഷയാത്ര സെന്റ് തോമസ് കോളേജിലെ പാലോക്കാരൻ സ്ക്വയറിൽ നിന്ന് ആരംഭിക്കും. വിഷ്ണു സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വിഷ്ണു, നേരത്തെ നമ്മൾ കണ്ടു വലിയ ആവേശത്തിലാണ് പാപ്പമാർ. നഗരം കീഴടക്കി കഴിഞ്ഞോ പാപ്പമാർ? അനുജ, അല്പസമയത്തിനകം തന്നെ തൃശ്ശൂർ സ്വരാജ് റൗണ്ട് കീഴടക്കാൻ വേണ്ടി പപ്പമാരെത്തും. വലിയ സന്നാഹങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് നടക്കുകയാണ്. ഈ കുതിരവണ്ടി ആയിരിക്കും ഈ ബോൺനത്താലയുടെ അകമ്പടി വാഹനമായി പോകുക. ഇതിനോടകം തന്നെ ഇതിന്റെ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് നടപടികൾ, അതോടൊപ്പം തന്നെ ഉദ്ഘാടന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മന്ത്രിമാരടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിലാണ് ഈ പാപ്പമാരെല്ലാവരും ഒരുങ്ങിയിരിക്കുന്നത്. ഈ ഫ്ലാഗ് ഓഫ് സമയത്തായിരിക്കും അവർ എങ്ങോട്ടേക്ക് എത്തുക. 15,000-ഓളം വരുന്ന പാപ്പകളാണ് ഇത്തവണ ഈ ബോൺനത്താലയുടെ ഭാഗമായി പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 2013 ആരംഭിച്ച ഒരു വലിയ ബൃഹത് പദ്ധതിയാണ്, ഒരു ബൃഹത് ആഘോഷമാണിത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത ജില്ലയാണ്. അതിപ്പോൾ പുലികളിയാണെങ്കിലും തൃശ്ശൂർ പൂരമാണെങ്കിലും ഒക്കെ നമുക്ക് മുൻപിലുണ്ട്. 2013 മുതൽ ആ ആഘോഷ പട്ടികയിലേക്ക് ഇടം പിടിച്ച ഒന്നാണ് ഈ പറയുന്ന ബോൺനത്താലെ. ഇപ്പോൾ ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന വേദിയാണ്. ഇവിടെ എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗങ്ങളുള്ള ആളുകളെയും ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഈ ബോൺനത്താലെ നടക്കുന്നത്. ഇപ്പോൾ ഭിന്നശേഷിക്കാരുടെ ഒരു കൂട്ടായ്മയാണിത്, പുനർജീവൻ. അവർ ഈ കൂട്ടായ്മയുടെ ഭാഗമായി എത്തുന്നുണ്ട്. അവർക്കും ഇതിനൊരു അവസരമുണ്ട്. വലിയ സന്തോഷമാണല്ലേ? വളരെയധികം സന്തോഷമാണ്. ഞങ്ങൾ കടുപ്പ് രോഗികളാണ്. ഞങ്ങൾക്ക് 4 ചുവരിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഈ സുദിനം കാത്തിരിക്കണം. അതിന് ദൈവത്തിനും ഞങ്ങളുടെ അപ്പനും അതിരൂപതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്. ഒരുപാട് ആളുകളുണ്ട് വീൽ ചെയറിലിരിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ച് അവർ 4 ചുവരിനകത്ത് ഒതുങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ഇത്തരം ഈ ദിവസങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വലിയ ആഘോഷത്തിന്റെ ഭാഗമാകുന്നത്. ചേട്ടാ, പേരെന്തായിരുന്നു? എൻ്റെ പേര് രാമകൃഷ്ണൻ. തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയാണ് വീട്. വലിയ സന്തോഷമാണല്ലോ ഇന്നത്തെ ദിവസം. പിന്നെ 4 വർഷമായി ഞാൻ ഇതിൽ പങ്കെടുക്കുന്നു. ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ എപ്പോഴാണ് തുടങ്ങുന്നത്? ഏത് സമയം തൊട്ട് പ്രിപ്പയർ ആയി തുടങ്ങും? എങ്ങനെ ഇതിൽ എപ്പോൾ തൊട്ട് പ്രിപ്പയർ ആയി തുടങ്ങും? ഞങ്ങൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ അവിടെ നിന്ന് തന്നെ റെഡി ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും സെറ്റാവുകയാണ്. ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്യും. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ പൊരിക്കുകയാണ്. അതാണ് വലിയ ആഘോഷം, വലിയ സന്തോഷമാണ്. ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉദ്ഭവം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ബോൺനത്താലെ എന്ന വാക്ക് അതൊരു ഇറ്റാലിയൻ വാക്കാണ്. അതിനർത്ഥം മെറി ക്രിസ്മസ് എന്നാണ്. സാധാരണഗതിയിൽ ക്രൈസ്തവർ പള്ളിക്കകത്ത് ക്രിസ്മസ് ആഘോഷം നടത്തുമ്പോൾ ക്രിസ്മസ് കേവലം ക്രൈസ്തവരുടെ മാത്രമല്ല, അതെല്ലാ മതവിഭാഗങ്ങളുടേതുമാണ്. അതുകൊണ്ടത് പൊതു ഇടങ്ങളിലേക്ക് എത്തിക്കുക, ആ സന്ദേശം പൊതു ഇടങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബോൺനത്താലെ ആരംഭിച്ചത്. ആ ബോൺനത്താലെ പിന്നീട് ഒരു വലിയ ചരിത്രമായി മാറി. ആദ്യം അതൊരു ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷേ 2014 18,000-ഓളം വരുന്ന പാപ്പമാരെ അണിനിരത്തിക്കൊണ്ടാണ് തൃശ്ശൂർ രൂപത ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാക്കി മാറ്റിയത്, ഗിന്നസ് റെക്കോർഡിന്റെ ഭാഗമാക്കി മാറ്റിയിട്ട് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൃത്യമായ ചിട്ടയോടെ എല്ലാ പ്ലാനുകളോടും കൂടിയാണ് ആരംഭിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.